യാതൊരർത്ഥവുമില്ലാത്ത വിജയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി സ്വന്തം ആരോഗ്യവും സമാധാനവും ബലികഴിച്ച് നമ്മളീ നടത്തുന്ന വിശ്രമമില്ലാത്ത ഓട്ടം ഒടുവിൽ അവസാനിക്കുന്നതെവിടെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മേഘാലയയിലെ ഖാസി ഗോത്രക്കാരുടെ ഇടയിലുള്ള മാനിന്റെയും ഒച്ചിന്റെയും നാടോടിക്കഥ ഇതിനൊരു മികച്ച ഉത്തരം നൽകുന്നു. അതിവേഗത്തിൽ ഓടാൻ കഴിയുമെന്നഹങ്കരിച്ചിരുന്ന ഒരു മാൻ കാ മാത്ത എന്ന ചെറിയ ഒച്ചുമായി ഷില്ലോങ് മലമുകളിലേക്ക് ഒരു ഓട്ടമത്സരം നടത്തി. എന്നാൽ ബുദ്ധിമതിയായ ഒച്ച് തന്റെ കുടുംബാംഗങ്ങളെ വഴിനീളെ പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു നിർത്തി മാനിനെ കബളിപ്പിച്ചു. ഓട്ടത്തിനിടയിൽ തനിക്കു മുന്നിൽ എപ്പോഴും ഒച്ചിന്റെ ശബ്ദം കേട്ട മാൻ പരാജയഭീതിയിൽ സ്വന്തം ശരീരത്തിന്റെ പരിധികൾ മറന്ന് ഒട്ടും വിശ്രമമില്ലാതെ ഓടി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴേക്കും അമിതമായ ആയാസം കാരണം തളർന്നുവീണ മാനിന്റെ പിത്താശയം പുറത്തുവരികയും അതിനു ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ നാടോടിക്കഥ ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തെ ജീവനക്കാരുടെ അവസ്ഥയുമായി വളരെ കൃത്യമായി യോജിക്കുന്നു. വിജയത്തിനും പണത്തിനും വേണ്ടി വിശ്രമമില്ലാതെ ജോലി ചെയ്ത് പലരും ശാരീരികവും മാനസികവുമായ പൂർണ്ണമായ തകർച്ചയിലേക്ക് വീഴുന്നു. ദിവസവും 14 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ഒടുവിൽ സ്വന്തം ശരീരം തന്നെ തളർന്നുപോകുന്ന യുവ പ്രൊഫഷണലുകളുടെ വാർത്തകൾ ഇന്ന് നാം സ്ഥിരമായി കേൾക്കുന്നു. മാനിനെപ്പോലെ വിശ്രമമില്ലാതെയുള്ള ഈ ഓട്ടം നമ്മളെ യഥാർത്ഥ വിജയത്തിലേക്കല്ല, മറിച്ച് നിശബ്ദമായ തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. എപ്പോഴും ജോലി മാത്രം ചെയ്യാതെ സ്വന്തം ആരോഗ്യത്തിനും വിശ്രമത്തിനും നമ്മൾ നിർബന്ധമായും മുൻഗണന നൽകണം. കാരണം വിശ്രമമെന്നത് ഒരു മടിയുടെ ലക്ഷണമല്ല, മറിച്ച് അതൊരു തന്ത്രപരമായ അനിവാര്യതയാണ്.